ഇംഗ്ലീഷ് എഴുതുമ്പോൾ എവിടെയൊക്കെയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള പാർട്ട് 3 വീഡിയോ ആണ് ഇത്. ആദ്യമായി ലാംഗ്വേജസ് ആൻഡ് നാഷണാലിറ്റീസ്. ഒരു ഭാഷയുടെ പേര് എഴുതുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഇങ്ങനെ ഏതെങ്കിലും ഭാഷയുടെ പേര് എഴുതുമ്പോൾ അതിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതുപോലെ ഒരു നാഷണാലിറ്റി, ഹി ഈസ് എൻ ഇന്ത്യൻ, ഹി ഈസ് എൻ അമേരിക്കൻ, ഇതൊക്കെ നാഷണാലിറ്റി ആണ്, അവര് ഏത് രാജ്യത്തുള്ള ആളാണെന്നുള്ളത്. അങ്ങനെ എഴുതുന്ന സമയത്ത് ഇന്ത്യൻ, അമേരിക്കൻ എന്നീ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അടുത്തതായി ടൈറ്റിൽസ് ഓഫ് ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, മൂവീസ് ആൻഡ് സോങ്സ്. ഈ കാര്യങ്ങളൊക്കെ എഴുതുമ്പോഴും ഇതിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഹാരി പോട്ടർ, ഹാരി പോട്ടർ ഒരു പേരാണ്, അതുപോലെ അതൊരു ബുക്കിന്റെ പേരാണ്. നോക്കിക്കേ, ഹാരി പോട്ടർ, HNP രണ്ടും ക്യാപിറ്റലിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ദ ഹിന്ദു, അതൊരു ന്യൂസ് പേപ്പറിന്റെ പേരാണ്, Tയും Hഉം ക്യാപിറ്റലിലാണ് എഴുതിയിരിക്കുന്നത്. വി വാച്ച്ഡ് ദ ജംഗിൾ ബുക്ക്, അതൊരു മൂവിയുടെ പേരാണ്. അതുപോലെ ഐ ലൈക്ക് ദ സോങ് ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ഇവിടെ ഒരു സോങ്ങിന്റെ പേരാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലും ഓരോ വാക്കുകളുടെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ദ പ്രോനൗൺ ഐ ആം, ഐ പ്ലേ, ഐ ലൈക്ക്. ഐ എന്ന പ്രോനൗൺ അത് എവിടെ യൂസ് ചെയ്യുമ്പോഴും, ഒരു സെന്റൻസിന്റെ തുടക്കത്തിലായാലും മിഡിലായാലും അവസാനത്തിലായാലും എവിടെ ഉപയോഗിക്കുമ്പോഴും ഐ എന്നത് ഞാൻ എന്ന അർത്ഥമുള്ള വാക്കാണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതിയിരിക്കണം. സ്മോൾ ലെറ്ററിൽ ഐ എഴുതാൻ പാടില്ല, അത് തെറ്റാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ട്ടോ. ബൈ.